the most eligible bachelor of Malayalam cinema, Undi Mukundan, and the cute and bubbly Mahima. ഒരു 7 വർഷം ഒരാള് ബ്ലോക്ക് ചെയ്തു എന്നറിഞ്ഞപ്പോ ഫസ്റ്റ് വന്ന ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? 7 വർഷം കഴിഞ്ഞിട്ടല്ല അറിയുന്നത്, ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞായിരുന്നു. അങ്ങനെയല്ല, സോറി ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ എക്സ്പ്ലെയിൻ ഓൾറെഡി ബ്ലോക്ക്. അപ്പൊ ഞാൻ ഈ പ്രായത്തില് സിംഗിൾ ആയിരിക്കുന്നത് അവൻ ആ ട്രാജഡിനെ മാറ്റിയിട്ട് വേറൊരു വാക്ക് വെച്ചു. നമുക്കൊരാളെ കാണുന്ന നിമിഷം തന്നെ നമുക്കത് മനസ്സിലാവും. നിമിഷം എന്നല്ല, മേബി വിതിൻ ലൈക്ക് 5 or 10 minutes തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിന് നമുക്ക് കുറെ കാലം ഈ മൂക്ക് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടോണ്ടേ മനസ്സിലാവും. അപ്പൊ ഞാൻ ആരെ കണ്ടാലും മൂക്കാൻ നോക്കണേ, വെറുതെ തന്നെ ഞാൻ മൂക്കാൻ നോക്കണം. ഈ നീളം ഓക്കെയാണോ, അതൊരു ചെറുതായി പോയി. ശ്രീ ഉണ്ണി മുകുന്ദൻ റിലേഷൻഷിപ്പ് ആണോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ മഹിമയാണോ? നിങ്ങൾ നല്ല ജോഡിയാണ്. ഉണ്ണിക്ക് മസിലും ജിം ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, മഹിമക്ക് പുഴുങ്ങിയ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഷോർട്ട് ടെമ്പേർഡ് ആണോ പേഴ്സണലി? നാച്ചുറലി അതില്ല. ചിലർക്ക് ഇപ്പൊ മഹിമയ്ക്ക് കണ്ടില്ല, നാച്ചുറലി ഭയങ്കര ഡിപ്ലോമാറ്റിക്. ഇൻസ്റ്റാ സെർച്ച് ഹിസ്റ്ററി എന്നോട് പറ. ഹായ്, ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്. സോ നമ്മുടെ ഇന്നത്തെ ഷോയിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് April 11th, അതായത് നാളെ റിലീസാകാൻ പോകുന്ന ജയ് ഗണേഷ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഓഫ് മലയാളം സിനിമ, ഉണ്ണി മുകുന്ദൻ, ആൻഡ് ദ ക്യൂട്ട് ആൻഡ് ബബ്ലി മഹിമ. ഹായ്, വെൽക്കം ടു ദി ഷോ. സോ മച്ച്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ആക്ച്വലി വീട്ടില് ആഘോഷങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടി വന്നു. സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു. അപ്പൊ നാളെ സിനിമ റിലീസാണ്. ഈ സൂപ്പർ ഹീറോസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ പൊതുവെ ഉണ്ണിച്ചേട്ടൻ. അപ്പൊ സിനിമ എങ്ങനെയാണ്? സൂപ്പർ ഹീറോ നമ്മള് ട്രെയിലറൊക്കെ കാണുമ്പോ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് സൂപ്പർ ഹീറോ ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എന്തായാലും ഈ ചോദ്യം നമുക്ക് നാളെ അറിയാം. സിനിമ നല്ലൊരു കുടുംബചിത്രമാണ്. എല്ലാവർക്കും ഇപ്പം മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഓൾമോസ്റ്റ് മോർ ദാൻ എ ഇയർ ആയി. ഞാൻ ആഗ്രഹിച്ചു നല്ലൊരു കുടുംബചിത്രം തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. രഞ്ജിത് ശങ്കർ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പിച്ച് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരുപാട് ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ്സ് ഞാൻ വായിച്ചു. ആൻഡ് ദെൻ വി ഫൈനലി ഡിസൈഡ് ദാറ്റ് നമുക്ക് രണ്ടുപേരെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് ഇവൻച്വലി പാർട്ട് ഓഫ് ദ പ്രോസസ്സായിട്ട് മഹിമ അതിലേക്ക് വന്നു. വേറെ ഒരുപാട് നല്ല ആക്ടേഴ്സും ടെക്നിക്കൽ ക്രൂ. സോ നല്ലൊരു സിനിമയാണ്. ഈ ഈദ് വിഷുകാലത്ത് വെക്കേഷനിലൊക്കെ ഫാമിലീസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. ക്യാരക്ടറിന്റെ പേര് നിധി എന്നാണ്. എന്നെ അപ്രോച്ച് ചെയ്തത് രഞ്ജിത്ത് സാറാണ്. അപ്പോൾ ഇതിന് മുന്നേ വേറൊരു പ്രോജക്റ്റിന് സാർ അപ്രോച്ച് ചെയ്തായിരുന്നു. ഞങ്ങൾ ഡിസ്കഷനൊക്കെ ഓണായിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഈ പ്രോജക്റ്റിന് വിളിക്കുന്നത്. ഐ ഹാഡ് ടു ഗിവ് എൻ ഓഡിഷൻ. ഒരു ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഥ കേൾക്കുന്നത്. കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെ ഐ കൺവിൻസ്ഡ് ആൻഡ് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ ത്രൂ ഔട്ട് ഇപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ട് കൂടുതലും സമയം വീൽ ചെയറിൽ ചെലവഴിക്കുന്ന ഒരു ആളുടെ ക്യാരക്ടറാണോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര റിസ്ക് കുറേ എഫേർട്സ് ഒക്കെ എടുത്തിട്ടായിരുന്നു ആ സമയങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ കാലൊക്കെ കെട്ടി വെച്ചിട്ട് ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പം നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഒരു ഇമോഷണൽ എങ്ങനെയാണ് ഇവർക്ക് വാട്ട് ഡു ദേ തിങ്ക് അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് റൈറ്റിങ്ങിൽ തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഗുണം ചെയ്തു. ദാറ്റ് ഈസ് ഭയങ്കര ഡീറ്റെയിൽഡ് റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 5-6 മാസം ഞാൻ രഞ്ജിത്തുമായിട്ട് സംസാരിച്ച് ഇരുന്നപ്പോൾ തന്നെ ഏകദേശം ഈ ഗണേഷ് എന്ന ക്യാരക്ടർ എന്താണെന്നും എങ്ങനെയൊക്കെ അപ്പോൾ ഞാനുമായിട്ട് ഒരുപാട് സാമ്യത ഉള്ളൊരു ക്യാരക്ടറായി മാറിയിട്ടുണ്ട്. ഇത് കാല് കെട്ടി വെച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരു തരം ഫ്രസ്ട്രേഷൻ വരും. ഇപ്പോൾ ഞാനൊരു 15 മണിക്കൂർ വീൽ ചെയറിൽ ഇരുന്ന് പെർഫോം ചെയ്ത റോളാണ്. സോ ഇമാജിൻ ഈ കാല് മൂവ് ചെയ്യാതിരിക്കാൻ ഞാൻ ഫുൾ കെട്ടി വെച്ചപ്പോൾ ബ്ലഡ് ക്ലോട്ടായി അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു തരം ഫ്രസ്ട്രേഷൻ കയറും, ഈ ഇറിറ്റേഷൻ ആവും ഈ കാലിങ്ങനെ അനക്കാതെ. അത് ക്യാരക്ടറിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവൻ്റെ ലൈഫിൽ നമ്മൾ ടീസറിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജന്മന കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരാളായിരുന്നില്ല. ഒരു ആക്സിഡന്റിന് ശേഷമാണ് അവനത് സംഭവിച്ചേക്കുന്നത്. സോ
നടക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഇമോഷൻ അവനെ അറിയാം. ഇപ്പം നടക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ VFX ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിവെച്ച് ഒരു വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ്. ഒരു സിനിമ ചെയ്ത് നമുക്ക് ഇത്രയും അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനും ആ ക്യാരക്ടർ നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്യും. ഞാൻ ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്നു പറയില്ല, ലൈഫ് ലെസൺസ് കുറേയൊക്കെ നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള മുൻവിധികളും പിന്നെ പെർസ്പെക്റ്റീവൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം RDX എന്ന് പറയുന്നൊരു വലിയ വിജയമായിരുന്നു ആ ഒരു സിനിമ. അതിനുശേഷം ജയ് ഗണേഷിലെ മെയിൻ ക്യാരക്ടർ ലീഡായിട്ട് വരുന്നു ഹീറോയിൻ. ഇവിടെ ആണെങ്കിലും മാളികപ്പുറം അതും ഒരു വലിയൊരു ഹിറ്റായിരുന്നു. അതിനുശേഷം വരുന്നു. അപ്പം 2 ഹിറ്റ് സിനിമകളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു സിനിമ, അപ്പം പ്രേക്ഷകരുടെ ഒരു എക്സ്പെക്ടേഷൻ കുറച്ച് ഹൈ ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പം അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പൊതുവേ അങ്ങനെ ടെൻഷനും പ്രഷറും ഒന്നും എടുക്കുന്ന ആളല്ല ഞാനിപ്പം. RDXനായാലും ജയ് ഗണേഷിനായാലും ഞാൻ ഇടുന്ന എഫേർട്ട് ഒന്നാണ്. നമ്മൾ ഏതൊരു സിനിമ ചെയ്യുമ്പോഴും ഇടുന്ന എഫേർട്ട് ഒന്നാണല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളതും. RDXന് ശേഷം ചെയ്യുന്നതായതുകൊണ്ട് പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ആ രീതിയിൽ ഞാൻ അതിനെ കാണുന്നില്ല. നമുക്ക് ഏത് സിനിമയിലും ഇപ്പോൾ RDX റിലീസ് ആയതുകൊണ്ടെന്നല്ല, ഏത് സിനിമ റിലീസ് ആകുമ്പോഴും അത് ഓഡിയൻസ് പോസിറ്റീവായി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയും പോസിറ്റീവായി അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി എന്താണെന്ന് വെച്ചാൽ RDX ചെയ്ത ക്യാരക്ടറിനെക്കാളും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ എനിക്ക് ഈ സിനിമയിൽ ചെയ്യാൻ പറ്റി. കാരണം RDX ഒരു ക്യൂട്ടായ അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരു ക്യാരക്ടറാണല്ലോ. ഇത് ഇത്തിരി മെച്ചോർഡാണ്, സെൽഫ് മെയ്ഡായ ഒരു വർക്കിംഗ് വുമൺ ആണ്. അപ്പം അതിൻ്റെതായ ഒരു ചേഞ്ചസ് ആ ക്യാരക്ടേഴ്സിൽ വരുന്നത് കൊണ്ട് ആസ് എൻ ആക്ടർ ദിസ് പ്ലീസ്ഡ് മീ. അപ്പം ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ആഫ്റ്റർ RDX. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ക്യാരക്ടർ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത്? 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. നല്ല കഥയായിരിക്കണം. പിന്നെ ആ കഥയിൽ ഞാനിന്ന് ആക്ടറിനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഘടകം, അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ട സ്പേസ്, ഈ കഥ നന്നായാലും ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഒരു നല്ല കഥയുടെ ഭാഗമാകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടാവുമല്ലോ. ബിക്കോസ് അത് ഒരു ഗീവ് ആൻഡ് ടേക്കാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നോക്കാറ്. പിന്നെ ഈ അടുത്തായിട്ട് ടെക്നീഷ്യൻസും കുറച്ച് ജെന്യുവിൻലി വർക്ക് അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും നോക്കാം. ഓക്കെ. ഇതിലിപ്പോ ജോമോൾ എന്ന ക്യാരക്ടർ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് നിറത്തിലെ വർഷ എപ്പോഴും വീഴുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനുശേഷം ചേച്ചിയുടെ ഒരു തിരിച്ചുവരവ് കൂടിയാണല്ലോ സിനിമ. അപ്പം ആളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ആള് സെറ്റില്? ഡെഫിനറ്റ്ലി പുള്ളിക്കാരി ഇതുവരെ ചെയ്തു വെച്ച ക്യാരക്ടർ പോലെ അല്ല. ഭയങ്കര ഒരു ഞാൻ ജോമോളായിട്ട് സംസാരിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് സിനിമ കരിയർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഷി വാസ് ഓൾവേസ് ഹിയർ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പുള്ളിക്കാരത്തി ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിലും ഒരു ഭയങ്കര ഒരു വക്കീലിൻ്റെ ഒരു വേഷമാണ് ചെയ്യുന്നത്. ഭയങ്കര ഡിഫറെൻറ്റ്, കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഐ തിങ്ക് ഈ സിനിമയിലൂടെ ഒരു നല്ലൊരു തുടക്കം. വൺസ് അഗൈൻ ഐ മീൻ ഷീ ഈസ് ഓൾവേസ് ഹിയർ. നല്ലൊരു ഒരു കംബാക്ക് പോലെ ആയിരിക്കും. ഓക്കെ. ഇപ്പം നിങ്ങൾ മാസ്റ്റർ പീസില് വില്ലൻ ഇപ്പം കുറെ ഇയേഴ്സ് ആയില്ലേ ഇപ്പൊ അത് റിലീസായിട്ട്? അതിനുശേഷം ഇപ്പൊ ഇതില് ഹീറോയിൻ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ പരസ്പരം? ആക്ച്വലി ഞാൻ ആ സമയത്തൊന്നും മൈമയോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒറ്റ ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാര്യമായ ഇന്ററാക്ഷനും ഒന്നും ഇല്ലായിരുന്നു. ഞാനും അധികം സംസാരിക്കാത്ത കൂട്ടത്തിലായിരുന്നു. അപ്പോ ഉണ്ണി അധികം സംസാരിക്കാറില്ലായിരുന്നു. നോട്ട് അറ്റ് ഓൾ. കുറച്ചുപോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡയലോഗ്സ് എന്തെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്ന നോക്കിയെന്നല്ലാതെ അല്ലാതെ വേറൊരു ഇന്ററാക്ഷനും ആ സമയത്തില്ലായിരുന്നു. കമ്മിങ് ടു ജയ് ഗണേഷ് ആയപ്പോഴത്തേക്കും ദെൻ ഒരുപാട് വർഷം, ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞല്ലോ. ആസ് എ പേഴ്സൺ ഞാനും ഒരുപാട് ഇംപ്രൂവ് ആയി. ആസ് എൻ ആക്ടർ ഉണ്ണിയും ഒരുപാട് മാറി. സോ ദ കെമിസ്ട്രി വാസ് ബെറ്റർ ഹിയർ. ഓക്കെ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത ഒരു സാധനം. ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എന്നാലും ഒരു 7 വർഷം ഒരാള് ബ്ലോക്ക് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഫസ്റ്റ് വന്ന ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? 7 വർഷം ആള് ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ 7 വർഷം കഴിഞ്ഞിട്ടല്ല അറിയുന്നത്. ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞായിരുന്നു. അതെ, എന്നെ ബ്ലോക്ക് ചെയ്ത് ഞാൻ 2ാമത്തെയോ 3ാമത്തെയോ വോയിസ് നോട്ട് സോറി പറയാനോ എന്തിനോ വോയിസ് നോട്ട് അയക്കുമ്പോഴത്തേക്കും ഐ വാസ് ഓൾറെഡി ബ്ലോക്ക്ഡ്. അപ്പൊ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പം എനിക്ക്
എന്റെ മനസ്സിൽ തോന്നി എന്താ വെച്ചാൽ ഉദയേട്ടനില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇയാൾക്ക് എന്നാണ്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റിയാക്ഷൻ. ആർക്കാലും അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇരുന്ന്, ഇതെങ്ങനെയല്ല സോറി ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ എക്സ്പ്ലെയിൻ ഐ വാസ് ഓൾറെഡി ബ്ലോക്ക്ഡ്. അപ്പൊ ഞാൻ പോയി പണിയാക്കാൻ പറഞ്ഞു. പിന്നെ അത് ഉണ്ണിയും മറന്നു, ഞാനും മറന്നു. ഞങ്ങളത്ര ഞാൻ എന്തിനാ അന്ന് ഉണ്ണീനെ വിളിച്ചതെന്ന് മെസ്സേജ് ചെയ്തെന്ന് പോലും ഉണ്ണി അറിയില്ലായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇപ്പൊ ഈ അടുത്തായിട്ട് ഞാനൊന്നും പിന്നെ അതിനുശേഷം ഞാൻ കോൾ ചെയ്യാനോ ഒന്നിനും ഞാൻ പോയില്ല. ഞാൻ ഉദയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഉദയേട്ടനില്ലാത്ത എന്ത് പ്രശ്നമാണ് അയാൾക്ക് എന്നും പറഞ്ഞ് ഞാനതങ്ങ് ഇവിടെ വിട്ടു. അമ്മയാണ് എന്നോട് പറഞ്ഞത് ബ്ലോക്ക് ചെയ്തു. After years, but they all funny. I mean, she is, yeah, I'm very proud of her. എന്ന് വെച്ചാൽ ഒരു മെയിൽ ഡോമിനന്റ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലിങ്ങനെ ചെറിയ റോൾ ചെയ്ത് പിന്നെ ഹീറോയിനായി ഷീ ഡൂയിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. അപ്പോൾ ഇതൊരു ആദ്യം ഹിറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഓഡിഷൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പോൾ ഓഡിഷൻ ചെയ്ത് വന്ന് ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് പുള്ളിക്കാരത്തി റോൾ ചെയ്തു. ബിക്കോസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഈ നായകൻ്റെ കൂടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്ന റോളല്ല അത്. ആരുടെയും ഈ സിനിമ ഇപ്പോൾ ജോമോളുടെ ആണെങ്കിലും ഹെമഡാൽ അങ്ങനെയല്ല. സോ രഞ്ജിത്തിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു ചെയ്യുന്നത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെ വേണമെന്ന് ഒരു പോയിന്റ്. ഐ തിങ്ക് ഹി വുഡ് ഹവ് ഗോൺ ത്രൂ. പുള്ളി പറയുന്നത് 500-600 ആണ്. ഞാൻ തന്നെ 100ഓളം ഓഡിഷൻ ടൈപ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾക്ക് ആരാ ഓക്കെ ആവുന്നത് നിങ്ങൾ കാസ്റ്റിംഗ്. ഞാനിതിൽ ഈ കണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവാം. ദെൻ സഡൻലി സെൻഡ് മീ ദിസ് വീഡിയോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ പൂജ ജോയിൻ ചെയ്യുന്നു. പൂജയുടെ 2 ദിവസം മുന്നേ ഈ മെസ്സേജ് മീ. അപ്പോഴായിരിക്കും തോന്നുന്നു ഉണ്ണി എന്നെ റിയലൈസ് ചെയ്യുന്നത് 7 വർഷമായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാണുമ്പോഴൊക്കെ ഓർക്കില്ലേ? ഇപ്പൊ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ നേരിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. സോഷ്യൽ ലൈഫ് ഒന്നും ഇല്ല, കാണാനുള്ള സാഹചര്യങ്ങൾ പിന്നെ അങ്ങനെ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും കൊണ്ട് വിചാരിച്ചു കാണില്ലായിരിക്കും. സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് ആണ്. ഓക്കെ, ഇപ്പം ഉണ്ണി ചേട്ടൻ നോക്കി ചേട്ടൻ ഇപ്പൊ പൊതുവെ ഭയങ്കര എന്താ പറയുക ഇൻട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ ഇങ്ങനെ സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണോ? ഡിപ്പെൻസ്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ആളെ ബിഹേവ് ചെയ്യുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ മഹിമയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഫുൾ ബബ്ലി ചിൽ. ഇനി ആരും മിണ്ടില്ലെങ്കിലും ഞാൻ മിണ്ടും. എൻ്റെ അടുത്ത് അത് ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആയതാട്ടോ. പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. എനിക്കൊരു മാസ്റ്റർ പീസ് ഒക്കെ ചെയ്യുന്ന സമയം ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയ, ഒരുപാട് കോംപ്ലക്സ് ഉള്ള, ഒരുപാട് കോൺഷ്യസ് ആയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. പിന്നെയാണ് നമ്മൾ ആസ് വി മെച്ചുവർ നമ്മൾ മനസ്സിലാക്കുമല്ലോ എല്ലാവർക്കും അവരവരുടേതായ ഫ്ലോസ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്. അപ്പം അതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം നമ്മൾ വെൻ യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് നമ്മുടെ ഫ്ലോസിലും നമ്മുടെ പോസിറ്റീവിലും നമ്മൾ കോൺഫിഡൻറ്റ് ആയി കഴിഞ്ഞാൽ യു ബിക്കം എ ബെറ്റർ പേഴ്സൺ അല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നന്നായി സംസാരിക്കുമായിരുന്നു, പുറത്ത് വന്നാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പിന്നെ അതങ്ങ് വന്ന് പിന്നെ ഞാനിനിയിപ്പോ എന്നോട് ആരും മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിൽ ഞാൻ കയറുള്ളൂ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ണിമുകുന്ദന്റെ നീളമുക്കുള്ള കുട്ടീനെയാണ് ഇഷ്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. മഹിമയുടെ കോൺസെപ്റ്റ് എന്താ? ഓ ഇത് ഫ്രഷ് ആണല്ലോ. എല്ലായിടത്തും ഇപ്പം ഉണ്ണിമുകുന്ദൻ നീളമുക്ക് കുറെ കമന്റ് ഒക്കെ ഞാൻ കണ്ടു. ചേട്ടാ എനിക്ക് നീളമുക്കാണ്. ഞാൻ കണ്ടു കുറെ കമന്റ്സ്. ഇനിയിപ്പൊ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതെ, പറ, വിഷയം മാറ്റണ്ട. അയ്യോ എന്റെ കോൺസെപ്റ്റോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കൊന്നുമില്ല. ഒരാളെ കാണുമ്പം നമുക്കറിയാതെ ഒരു ഇഷ്ടം തോന്നുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം കറന്റ്ലി സിംഗിൾ ആണ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. എന്നാലും മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ ഇപ്പോഴും ഉണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും മസിലിനെ പ്രണയിച്ച് നോക്കണ്ട. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ മലയാള സിനിമ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏതൊരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ പ്രായത്തില് സിംഗിൾ ആയിരിക്കുന്നത് ട്രാജഡിയാണ്. അവൻ ആ ട്രാജഡിനെ മാറ്റിയിട്ട് വേറൊരു വാക്ക് വെച്ചു. അതെനിക്ക് അവിടെ പറയാൻ പറ്റില്ല. എന്താണ്? He said you're not single, you're uncle. ആ ഡെന്നിസില്ലേ
ആ ആക്ച്വലി അത് ശരിയാണെന്നോ? അല്ല, അങ്ങനെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആഫ്റ്റർ എ പെർട്ടിക്കുലർ ഏജ് നിങ്ങൾ സിംഗിൾ നല്ല കാര്യമൊന്നുമല്ല. ഞാനായിട്ട് ഞാൻ മൈമെ പോലെ അല്ല. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെയല്ല, ഉള്ള കാര്യം പറയും. അപ്പൊ ഞാൻ സത്യം പറയണമെന്നാണോ? അല്ലേ? അത് ഈ ഇന്റർവ്യൂ അതിന് വേണ്ടിയല്ലോ വെച്ചത്. ഓക്കെ, ഇപ്പൊ ഞാൻ സത്യം പറയണം. എനിക്ക് എങ്ങനെയുള്ള പയ്യന്മാരെ വേണമെന്ന് ഞാൻ പറയാം. പയ്യനെ വേണമെന്ന് ഞാൻ പറയണം. എനിക്കങ്ങനെ ഫിസിക്കലായിട്ടുള്ള അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ ക്രൈറ്റീരിയാസ് ഒന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം സ്പേസ് തരുന്ന ഒരാൾ വേണമെന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ കല്യാണം അല്ലെങ്കിൽ കല്യാണം ഓർ വാട്ട് എവർ ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കമ്മിറ്റ്മെന്റ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ നമ്മൾ കമ്മിറ്റ്മെന്റിലാവുന്നതിന് മുന്നേയും അതിന് ശേഷവും നമ്മുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. ഐ എം എ വെരി ഹാപ്പി പേഴ്സൺ. എനിക്ക് എല്ലാം ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായതിനു ശേഷം അതിലൊരു ബ്രേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വന്നാൽ, അത് പ്രോപ്പറായ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഐ ബിലീവ് ഇൻ ഗിവിങ് ആൻഡ് ടേക്കിംഗ് ദറ്റ് സ്പേസ്. നമ്മുടെ പാർട്ട്ണറിനും ആ സ്പേസ് കൊടുക്കണം, എനിക്കും ആ സ്പേസ് വേണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ ദർ ഷുഡ് ബി ട്രാൻസ്പെറൻസി. എല്ലാം പറയാൻ പറ്റണം എനിക്ക്. ഇപ്പം എൻ്റെ കുരുത്തക്കേടുകളും എൻ്റെ നല്ല കാര്യങ്ങളും എല്ലാം എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതേപോലെ ഐ എക്സ്പെക്ട് ദാറ്റ് സെയിം കൈൻഡ് ഓഫ് ട്രാൻസ്പെറൻസി ഫ്രം ദാറ്റ് പേഴ്സൺ. മൂന്നാമത്തേത് ഇസ് കമ്പാറ്റബിലിറ്റി. അത് നമ്മൾ ഒരാളെ നമ്മൾ വിചാരിച്ചാൽ വരുന്ന കാര്യമല്ല. ഒരാളോട് നമുക്ക് കമ്പാറ്റബിലിറ്റി തോന്നുക എന്നുള്ളത് വിചാരിച്ചാൽ വരുന്ന കാര്യമല്ല. ഇറ്റ് ഷുഡ് സ്പാർക്ക് നാച്ചുറലി. അപ്പൊ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ദ പേഴ്സൺ. ഇങ്ങനെ പോയാൽ നീ ആന്റിയോ? ഷോർട്ട് നോട്ട് ഇനി ഇൻസ്റ്റ വരയ്ക്കാൻ പോകുന്ന വീഡിയോ ഞാൻ പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോ വലിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും നമുക്കൊരാളെ കാണുന്ന നിമിഷം തന്നെ നമുക്കത് മനസ്സിലാവും. നിമിഷം എന്നല്ല, മേ ബി വിതിൻ ലൈക്ക് 5 or 10 minutes തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിന് നമുക്ക് കുറെ കാലം ഈ മൂക്ക് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോണ്ടേ മനസ്സിലാവും. ഇതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഓരോരാളെ മൂക്ക് നോക്കി നടക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ മൂക്ക് നോക്കി നടക്കാറുണ്ടോ? ഞാൻ നടക്കാറുണ്ട്. ഞാൻ ഇപ്പൊ നടക്കാറുണ്ട്. അവിടെ നീണ്ടു നിൽക്കുന്നു. ഇതാണ് പണി. ഓ, ഞാൻ മാത്രമാണോ നോക്കുന്നേ? ഞാൻ മാത്രമാണോ നോക്കുന്നേ? ഓ ശരി ശരി ശരി. ഓ പോകുമ്പോ നീളമൂക്ക്. ഞാനിപ്പോ എവിടെ ഇൻസ്റ്റാഗ്രാമില് റാൻഡം പ്രൊഫൈൽസ് കണ്ടാലും ഞാൻ നോക്കാം ഈ കൊച്ചിന്റെ. ഇപ്പൊ ഞാൻ ആരെ കണ്ടാലും മൂക്കാൻ നോക്കണേ, വെറുതെ തന്നെ ഞാൻ മൂക്കാൻ നോക്കണേ. ഈ നീളം ഓക്കെ ആണോ, അതൊരു ചെറുതായി പോയോ? ഞാൻ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഉണ്ണിക്ക് അയച്ചു കൊടുക്കും, ഇത് കൊള്ളാവോ? അപ്പൊ ഉണ്ണി അതിന് ഭയങ്കര ജെന്യൂനായ ഉത്തരം പറയും, ഇത് എത്ര പോരാ, ഇത് ഓക്കെയാണ്. ഓക്കെ ഫൈൻ. ഇപ്പം ഈ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് എപ്പോഴായിരിക്കും മാറ്റുന്നത്? കാരണം ഏറ്റവും കൂടുതൽ കമന്റ്സും ഇതൊക്കെ വരുന്നത് ഉണ്ണിച്ചേട്ടനെ കല്യാണം കഴിപ്പിക്കാണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കും ഈ കുറെ കമന്റ്സ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കുറച്ച് മുന്നേ വരെ ഇപ്പം അനുശ്രീ ഉണ്ണിമുകുന്ദൻ റിലേഷൻഷിപ്പ് ആണോ? ഇപ്പൊ ഇല്ല, ഇപ്പൊ മഹിമയാണോ? എന്റെ അറിവിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എല്ലാ നിങ്ങളുടെ ഏത് ഇന്റർവ്യൂ ഏത് ഷോ എടുത്താലും കാണുന്നത് നിങ്ങൾ നല്ല ജോഡിയാണ്, നിങ്ങൾ പെറ്റ് ലവേഴ്സ് ആണ്. പിന്നെന്താ, ഉണ്ണിക്ക് മസിലും ജിം ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, മഹിമക്ക് പുഴുങ്ങിയ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട തന്നാല് തട്ടിക്കൊണ്ട് പോകും. ഈ കഥ അറിയണ്ടേ? ഞാൻ കൂടെ പോകുന്നു. എന്നാ പേടിക്കണ്ട, ഞാൻ തരാൻ മുട്ട തരാൻ പോകുന്നില്ല. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും അതെ ബോയിൽഡ് എഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ബോയിൽഡ് എഗ്സ് ഇങ്ങനെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തരും, നടുന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ തരും. അപ്പൊ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അമ്മ സീരിയസ് ആയിട്ട് പറയായിരുന്നു,
കാര്യമായിട്ട് പറയുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ആര് പുഴിഞ്ഞ മുട്ട കാണിച്ച് വിളിച്ചാലും കൂടെ പോരുത്. They used to be my this thing. പോരുത് പോരുത് പോരുത്. ഉണ്ണി പുഴിഞ്ഞ മുട്ട എനിക്ക് തരാൻ പോണില്ല. ഇപ്പൊ തീരുമാനമായല്ലോ. എന്താ കോഴി അപ്പം കമന്റ് ഇടുന്ന എല്ലാവരുടെയും ശ്രദ്ധിക്കുക, അങ്ങനൊന്നുമില്ല. ശരി, ഫൈൻ. ഇപ്പം വേറെ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു ജേർണി ഉണ്ടല്ലോ, അത് നോക്കുമ്പോ ഇപ്പം മെറിറ്റിൽ വന്നവനാണ്, അങ്ങനത്തെ കുറെ കമന്റ്സ്. എന്താണ് ഉണ്ണിക്ക് മെറിറ്റ്? ലൈക്ക് അതെ, ഇപ്പൊ സിനിമയിൽ ഇപ്പോ ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒരു കണക്ഷൻസ് ഇല്ലാതെ സ്വയം പ്രയത്നത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ഒരാളാണെന്നുള്ള ഒരു കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ വരുന്നവർക്ക് ശത്രുക്കൾ കൂടും എന്നൊക്കെ കണ്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി? എന്താ പറയുക, ഇപ്പൊ ഞാൻ ഐ ക്യാൻ ഓൺലി ടോക്ക് ഫോർ മൈസെൽഫ്. ഇപ്പൊ എൻ്റെ സ്വഭാവത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പരിധിക്കപ്പുറത്ത് സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. ക്യാരക്ടറിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ വേറെ, പക്ഷെ പേഴ്സണൽ ലൈഫിൽ വലിയ മാറ്റങ്ങളില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായി കാണും. അതർവൈസ് എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാം ഒരു ട്രയൽ ആൻഡ് എററാണ്. പിന്നെ ഉണ്ടാവുന്ന ഒരു ഇൻ കേസ് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു തിരിച്ചു വരവ് അത്രയും എളുപ്പമല്ല. വൺസ് യു ആർ ദെയർ എവറി ടൈം നമുക്കങ്ങനെ ഓൾമോസ്റ്റ് ഒരു സക്സസ്ഫുള്ളായി നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ചില സംഭവങ്ങൾ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഫാമിലി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഞാൻ അനുഭവിച്ച പ്രോബ്ലംസ് ഉണ്ടാവില്ല. പിന്നെ ഇറ്റ്സ് ഫെയർ എനഫ്. ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് അങ്ങനെ ചിന്തിക്കാറില്ല. അതായത് എനിക്ക് എന്തൊക്കെ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല. ഓക്കെ. ഈ ഷോർട്ട് ടെമ്പേർഡാണോ പേഴ്സണലി? ഷോർട്ട് ടെമ്പേർഡ് ആവുന്നത് ഒരു നെഗറ്റീവായ കാര്യമായിട്ട് ഞാൻ നോക്കുന്നില്ല. ഞാൻ ആരും ആൾക്കാരെ ഉപദ്രവിക്കാറില്ല. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്ന രീതിയായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് എ ജസ്റ്റിഫൈഡ് ആങ്കർ. പിന്നെ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ടെമ്പേർഡ് എന്നുള്ളതല്ല, എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഉണ്ണി ഹൈഡ് ചെയ്യാറില്ല ഉണ്ണിയുടെ ഇമോഷൻസ് ഒന്നും. അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അമീന ചിലപ്പോൾ ആൾക്കാർ കുറച്ച് ഈ കോട്ടേഡ് ആയിട്ടുള്ള യൂസ് ടു ആയി പോയത്. ഇപ്പൊ സത്യം അറിഞ്ഞാലും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മീറ്റിംഗ്സൊക്കെ ഇപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് കുറച്ച് വളച്ചൊടിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ടങ്ങ് പറയും. ഈ മുന്നിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഐ തിങ്ക് ആ സമയം വരെ ഉണ്ടാവുള്ളൂ. അയാൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ പറയേണ്ടത് ഇത് തന്നെ ആയിരുന്നു എന്ന് പിന്നീട് റിയലൈസ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. അത് എനിക്ക് സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അല്ലെ ഇത് പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ വെക്കുന്നില്ല. ഐ ഫീൽ എനിക്ക് ഒരുപാട് സ്ട്രെസ് വരും ആ സമയത്ത്. ഞാനിത് ബിക്കോസ് ബൈ നേച്ചർ എനിക്കിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്ന് വെച്ചോളൂ, എൻ്റെ കയ്യിൽ എൻ്റെ ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരിക്കും. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇത് പറഞ്ഞാൽ പിന്നെ എന്ത് കോൺസിക്വൻസ് ആയിരിക്കും, അത് ഇവർക്ക് എന്ത് ഫീൽ ചെയ്യും, അവർക്ക് എന്ത് ഫീൽ ചെയ്യും. ബിക്കോസ് എൻ്റെ കൺസേൺ എന്തല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഡക്ക് ചെയ്യാം, പിന്നെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അത്രയും നാച്ചുറലി അതില്ല. ചിലർക്ക് ഇപ്പോൾ മഹിമയ്ക്ക് കണ്ടില്ല, നാച്ചുറലി ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. ഞാൻ പുഷ് ചെയ്തുകൊണ്ടാണ് മറ്റേ ആ ഷോർട്ട് നോട്ട്. അതെ, അത് ഞങ്ങൾക്കൊരു നല്ല തഗ്ഗായില്ലേ. ശരി. ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ജയ് ഗണേഷിലെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി സ്വന്തം ലൈഫിലേക്ക് എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആറ്റിറ്റ്യൂഡായിരിക്കും. അത് എന്നിൽ ഓൾറെഡി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് രഞ്ജിത്തുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് പേഴ്സണൽ ലൈഫ്, പിന്നെ ഇത് അങ്ങനത്തെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയും കൂടി ആയിരിക്കും. സിനിമ നാളെ റിലീസാണ്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ബട്ട് ഒരു നോ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു സംഭവം എസ്പെഷ്യലി എന്നെ പോലെ ഒരാൾക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, ഒരു ഗെയിം, കുട്ടി ഗെയിം. അത് കളിക്കാം. ഇതില് കുറച്ച് ഗെയിം ഉണ്ട്, ഇതിൽ ടാസ്ക് ഉണ്ട്. ഗെയിം എന്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പാട്ടിന്റെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അത് ഏത് പാട്ടാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. മലയാളത്തിലല്ലേ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അത് ഏത് മലയാളം സോങ് ആണെന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ ടാസ്ക്. ഒരാളെടുത്താൽ മതിയോ? രണ്ടുപേരും എടുക്കണം. ഓരോരുത്തർ കുറച്ചുള്ളൂ. രണ്ടെണ്ണം എടുത്താ
അറ്റ് എ ടൈം ഒരാൾ. യു സ്റ്റാർട്ട്. If you stay in my liver, I will forgive you, demon. If you agree and ആ എനിക്ക് മനസ്സിലായി. I ഞാൻ പറഞ്ഞാൽ മതിയോ? ഇല്ല, എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുക്കല്ലേ. കിട്ടി. ഞാൻ എന്റെ നോക്കിട്ടെ, സോറി. പറയാൻ അതല്ലേ? അതന്നെ, അത് പാടിയെന്ന് മനസ്സിലായില്ലല്ലേ? അതൊന്നും ഞാൻ പറയില്ല, ഞാനല്ല പാടി. മെലഡി ഡ്രീം. അയ്യോ ഇത് എനിക്കറിയില്ല. നല്ല കാര്യം ഉണ്ടായിരുന്നു. A cloud of melody dreaming to rise. എന്താണ്? Flowability. Flowability. Flowability ആണോ? A cloud of melody. A cloud of പാട്ട് മെലഡി പാട്ട് മെലഡി ക്ലൗഡ് ഇല്ലേ നിക്ക് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ കാർമേഘം. എന്താണ്? മേഘം. മേഘം, പാട്ടിന്റെ മേഘം. ക്ലൗഡ് ഓഫ് മെലഡി. ഇത് എല്ലാം സ്പോൺസർഡ് ബൈ ഗൂഗിൾ. മേഘം ഇതെല്ലാം sponsor ഗൂഗിൾ ആണ്, ഗൂഗിൾ ലിറിക്സ്. A cloud of melody dreaming. പൂന്തേനരുവി. അല്ല അയ്യോ, അല്ല അല്ല അല്ല, ക്ലൗഡ് ഓഫ് മെലഡി ഡ്രീമിംഗ്. ഇത്ര ടൈം എടുക്കാൻ പറ്റില്ല. സ്വപ്നം മേഘം. മേഘം സ്വപ്നം. ടാസ്ക് ചെയ്യും. മേഘം പുത്തു തുടങ്ങിയതാ. ടാസ്ക് ചെയ്യിപ്പിക്കണം. അതാണുള്ളൂ. പാട്ട് പാടുക. സിമ്പിൾ ആയി പോയി. എടുക്കുന്നോ? വേണ്ട, ഇതാണല്ലോ ഇപ്പൊ കിട്ടിയത്. ഏത് പാട്ടാണ്? നമ്മുടെ സിനിമയിലെ പാട്ട് പാടട്ടെ. ഒരു പാടുവാൻ നിന്നെ കുറിച്ചുള്ള ഒരു പാട്ടു മാത്രമേ ചുണ്ടിൽ മതി. ഒരു പാടുവേണ്ടെനിക്കൊരു നാൾ എന്നെ നീ പിരിയില്ല എന്നൊരു വാക്കുമതി. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് അല്ലേ? ഇത് ലാസ്റ്റ്. ഉണ്ണി. Blue sky sleeps in your sleep. Tears and laughter at the star to fly and fly. Feelings are only in the mind. Blue sky, നീലാകാശം. ഏതാ? അതോ? നീലവാനച്ചൂരേ. അതല്ലല്ലേ? അതല്ല, അതല്ല കേട്ടോ. അല്ല. നീലവാനം ആകെ. ബ്ലൂ സ്കൈ സ്ലീപ്സ് ഇൻ യുവർ സ്ലീപ്പ്. ഏത് പാട്ട്? തോട്ടാ നീല നിലവേ. ഓ ഏത്? song. ഞാനൊന്ന് മൂളിയായിരുന്നു കേട്ടോ. ആണോ? എന്നിട്ടോ എടുത്തു. എനിക്ക് കിട്ടി അടുത്തത്. എന്തായാലും എനിക്ക് ടാസ്ക് ഇല്ല. ആണോ? കിട്ടിയോ? ഇൻസ്റ്റാ സെർച്ച് ഹിസ്റ്ററി കാണിക്കും. മൂക്കല്ല കുട്ടിയായിരിക്കും. ഞാൻ യൂസ് ചെയ്യാറില്ല. അന്ന് വരട്ടോ. ഇൻസ്റ്റാ സെർച്ച് ഹിസ്റ്ററി. നല്ല മൂക്കുള്ള കുട്ടിയാണോ? എന്താ ബ്രോ, ഞാനെനിക്ക് അറിയണല്ലോ നിങ്ങൾ ആരെ സെർച്ച് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ. കാണണ്ടോ? ഇത് മറ്റേ എക്സ്ക്ലൂസീവ് ആണ്. ഇത് ഞാൻ ഇത് മറ്റേ ഇതുവരെ കണ്ടാൽ മതി. 3 എണ്ണം കണ്ടാൽ മതി. എന്താണ് ആദ്യത്തെ 3 എന്താ? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേരൊക്കെയാണ്. മറ്റേ കണ്ടു. ഞാൻ കണ്ടു. ഓക്കെ, സൂപ്പർ. ലിവർ എന്നല്ലേ ഇത്? ലിവർ ഓഫ് ലൈഫ്സ്. ഹാവ് എ ലാഫ് വിത്ത് മീ. കിൽ ദ മൈൻഡ്, ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. ഇപ്പൊ ടാസ്ക് എടുക്കണ്ട, മതി ഒരെണ്ണം കൂടെ. ലാസ്റ്റ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് മഹിമയ്ക്ക്. കമ്പാറ്റബിലിറ്റിന്റെ ഇതല്ലേ ഇത് തിരിച്ചിട്ട് അതിനകത്ത്. ഷോ On the side slowly someone is humming the tune. You are the melody in me. എനിക്ക് മനസ്സിലായി. കറക്റ്റ് സോങ്. ഭയങ്കര ഓളുണ്ടാക്കിയ ഒരു പാട്ടായിരുന്നു. അതെ. നമ്മുടെ മറ്റേ വീഡിയോസ് ഇട്ടിട്ട് കുറെ പേര് ഈ സാധനം ഇടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരും വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ റീസെന്റ് ഒക്കെ കാണാൻ യൂട്യൂബ്. നമ്മുടെ പൂജയുടെ സമയത്ത് ആദ്യം വന്ന ഒരു വീഡിയോ, എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ഈ പാട്ടായിരുന്നു. ആലോചിച്ചേക്ക്. എനിക്ക് കിട്ടി. ഇതും കിട്ടി. ആ പാട്ട് പറഞ്ഞു. എന്താ അതന്നെ ഭയങ്കര ഇപ്പോഴും ഈ ഗൂഗിൾ ശരിയല്ല. ഞാൻ പറയട്ടെ.
I don't like it. Don't you like this touch? Don't you like this touch? ഇഷ്ടമല്ലടാ അതെ. എനിക്ക് ഇഷ്ടമല്ലടാ. ഇന്ന് എടുത്ത ലാസ്റ്റ് ടാസ്ക്. താങ്ക് യു. ഒരെണ്ണം ടാസ്ക് ഉണ്ടോ? പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അടുത്തിരിക്കുന്ന ആളോട് അടുത്തിരിക്കുന്ന ആളോട് ടാസ്ക് കൊടുക്ക്. Okay, that's it. This is not done. ഇതെങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പാട്ട് പാടി, ഞാൻ തന്നെ task പഠിക്കണം. ഇത് പറ്റൂല. അതാണ് task. അതല്ല, മഹിമ ടാസ്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ task കൊടുക്കണം. അടുത്തിരിക്കുന്ന ആളോട് ടാസ്ക് ചോദിക്കാന്നല്ലേ. അപ്പൊ മഹിമ ഒരു ടാസ്ക് കൊടുത്താൽ മതി. എങ്കിൽ എന്നോട് പറ. ഇന്നടുത്ത വീഡിയോസ് ഇറങ്ങും കേട്ടോ. ഇന്നടുത്ത വീഡിയോസ് ഇറങ്ങും. തന്നോളൂ. ശരി, എന്നിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറ. ഇഷ്ടമുള്ളത് കാര്യം വെച്ചാൽ ഇഷ്ടമില്ലാത്തത് എന്താ? തന്നോളൂ. ഇത് ഭയങ്കര ക്ലംസി ആണ്. ഇത് കാണൂ. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യമൊന്നുമില്ല. നല്ലതല്ലാത്ത കാര്യങ്ങളോ? ഇത് സിമ്പിൾ ടാസ്കാ. അല്ല, ഇത് ബുദ്ധിമുട്ടുന്നുണ്ടോ? എനിക്കങ്ങനെ നമുക്കൊരു പാട്ട് പാടാനൊക്കെ കൊടുക്കായിരുന്നു. പാട്ട് ഈസി ടാസ്ക് ഫോർ ഉണ്ണി. ആണോ? പാട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറയണം മോശമായിട്ട്. അല്ലെങ്കിൽ തള്ളിയാ മതി. മഹിമേനെ ഞാൻ തള്ളിയാലോ? ഞാൻ എന്നെ തിരിച്ചു തള്ളും. അങ്ങനെയല്ല, ഇനി തള്ളല്ല. ഞാനെങ്കിൽ വീഴും. തള്ളു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ? എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്തായിരിക്കും. നീ അതർ ഡേ യു ടോൾഡ് മീ അല്ലേ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. സ്വന്തം കുറ്റം ഇത്ര ആത്മാർത്ഥത. എനിക്ക് അറിയാലോ എന്റെ പ്രശ്നങ്ങള്. വേണ്ട എന്നാ പിന്നെ വേണ്ട. അങ്ങനെ അതർ ഡേ യു ടോൾഡ് മീ ദാറ്റ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വിടാതെ അത് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്കിന്ന്. ഈ നല്ലൊരു ചാൻസ് ആയിരുന്നു. നല്ല ടാസ്ക് കൊടുക്കായിരുന്നു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ, സൂപ്പർ. അപ്പോ നാളെ നിങ്ങളുടെ ദിവസമാണ്. അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? പ്രേക്ഷകരോട് പറയുന്നതേ ഉള്ളൂ, നാളെ സിനിമ റിലീസാണ് ജയഗണേഷ്. അപ്പോൾ നല്ലൊരു സിനിമയാണ്. വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻ കാലത്ത് ഈദ് മുബാറക്, വിശ്വാശംസകൾ. ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് സമയം കണ്ടെത്തി എൻ്റെ സിനിമ കാണാൻ പോകണം. വിജയിപ്പിച്ച് തരണം. നിങ്ങളും പോകണം. ഞാൻ ഈദിന്റെ പ്രോഗ്രാമിന്റെ ഇടയിൽ നിന്ന് ഇവിടെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി വേണം തിരിച്ചു വീട്ടിൽ പോകാൻ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വെറൈറ്റി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആൻഡ് ഈദ് മുബാറക്. വെറൈറ്റി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആൻഡ് ഈദ് ആശംസകൾ. താങ്ക് യു.